അതൊരു വലിയൊരു അപകടം പിടിച്ച കാര്യം. ഇത്രയും വലിയ വിഷം നമ്മുടെ ശരീരത്തിൽ കയറി പോവുക ചെയ്യുന്നത്. പിന്നെ മാങ്കോസ്റ്റീന്, റംബൂട്ടാന്, കുറേയധികം പുതിയ ഇനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് അവരുടെ പ്രായം കഴിഞ്ഞ് അവർക്ക് അതിനുള്ള മൂടുമില്ല. എങ്ങനെയെങ്കിലും എനിക്ക് പറഞ്ഞാൽ 4000 വർഷമാണ് 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ. ഇത് ഒരു 50 വയസ്സ്, ശരാശരി ഒരു 50 വയസ്സിന് മേലെ ഒരു 65-70 വയസ്സിനുള്ള കർഷകരാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് പിന്നെ ഒരു കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഏറ്റവും പരിശുദ്ധം എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ശുദ്ധമായിട്ടുള്ള പാനീയം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങി കഴിക്കുന്ന ഒരു സാധനമാണ് കരിക്ക് അല്ലെങ്കിൽ ഇളനീർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതിലും ഈ തെങ്ങിൻ്റെ വേരിൽ വഴി മരുന്ന് കുത്തിവെച്ച് ഈ കരിക്കിലും അതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ കരിക്കും ശുദ്ധമല്ല എന്ന് ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കരിക്ക് ശുദ്ധമല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കരിക്ക് നമ്മുടെ ടൂറിസം പ്രൊമോഷൻ വല്ലാണ്ട് വയനാട്ടിൽ നല്ല കേരളത്തിൽ മൊത്തം വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കരിക്കിന് വലിയ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗാബന്ധം വെറൈറ്റിപ്പെട്ട ഇനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കർഷകർ ചെയ്യുന്നത്. പക്ഷേ ഗംഗാബന്ധത്തിൻ്റെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കരിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിലും അത് കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഉപയോഗിക്കാമെന്നവർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അനുഭവത്തിൽ, എൻ്റെ അനുഭവത്തിൽ അത്ര മെച്ചമല്ല. പിന്നെ ഈ കരിക്ക് നമ്മുടെ നാട്ടിൽ ഈ വ്യാപകമായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ കരിക്ക് മുഴുവൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ നല്ല ഇവിടെയും ഈ രോഗം ബാധിച്ച് വേരിൽ കൂടെ ട്രീറ്റ് ചെയ്തിട്ട് രോഗം മാറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടുകാർ ഈ പ്രത്യേകിച്ച് മണ്ടരി രോഗത്തിന്, മണ്ടരിക്കുള്ള പ്രത്യേകത തേങ്ങയുടെ ഷേപ്പ് അങ്ങ് വികൃതമായി പോകും. കൃത്യമായിട്ട് കരിക്കിന് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ പോകും. അതിനു വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിക്കിൻ്റെ വേരിൽ കൂടെ വിഷാംശം കയറ്റി വിടുകയായിരുന്നു. വലിച്ച് കവർണത്താക്കി വെച്ച് കഴിഞ്ഞാൽ അത് മേലോട്ട് വലിച്ചു പോകും. അപ്പം ഇങ്ങനെ വിഷാംശം നിറഞ്ഞു വരുമ്പോൾ മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ യാതൊരു വിധ കുഴപ്പവും കരിക്കുന്നുണ്ടാവില്ല. യാതൊരു കീടങ്ങളും ബാധിക്കില്ല. കീടങ്ങളാണ് ഇതിന് കൂടുതൽ കാരണമായിട്ട് വരുന്നത്. അപ്പം അത് ഞാൻ വീഡിയോ കാണാനിവിടെയായി. ഇത് കണ്ണാടി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവിടെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിനകത്തൊരു വിശ്വാസം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്ക്, പ്രത്യേകിച്ച് പാലക്കാട് ഏരിയയിലോ അല്ല തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ള കരിക്കുകൾ മിക്കവാറും നമ്മുടെ നാട്ടിൽ നിന്നുള്ള കരിക്കാണെന്നും 100% ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കരിക്കിൻ വെള്ളം കഴിക്കാൻ പാടുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു വലിയൊരു അപകടം പിടിച്ച കാര്യം. ഇത്രയും വലിയ വിഷം നമ്മുടെ ശരീരത്തിൽ കയറി പോവുക ചെയ്യുന്നത്. നമ്മുടേതെന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ സ്വന്തം കരിക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മിക്കവാറും വർഷം തോറുമുള്ള വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് കർഷകരെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം അവരുടെ വിളകൾ നശിക്കുകയും അടുത്ത പ്രാവശ്യം ആ മണ്ണിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകരോട് സാറിന് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? നമ്മളിപ്പോൾ ഫ്ലഡ് കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വയൽ പ്രദേശങ്ങളിലാണ് ഫ്ലഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്കൽ മണ്ണ് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഈ എക്കൽ മണ്ണ് ധാരാളം വരുന്ന അടുത്ത ക്രോപ്പിനെ അത് ഗുണപരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഗുണപരമായിട്ട് നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മുടെ വയനാട്ടിൽ കരയെ സംബന്ധിച്ചിടത്തോളം ഈ അമിതമായ മഴ പെയ്ത് മണ്ണിലുള്ള കുമ്മായാംശം, അതുപോലെ തന്നെ മേൽമണ്ണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4000 വർഷമാണ് 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ. ഇത് കാലാകാലങ്ങളായിട്ട് ജൈവാംശങ്ങൾ മണ്ണിൽ ലയിച്ച് ചേർന്ന് ആ മണ്ണിരയുടെ സഹായത്തോടെ അടിമണ്ണിൽ നിന്ന് മേൽമണ്ണിലേക്ക് മൂലകങ്ങളെ കൊണ്ടുവന്നൊരു പാകപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് നിരന്തരമായിട്ട് മഴ പെയ്യുമ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഇത് മൊത്തം മേൽമണ്ണൊഴുകി അങ്ങ് പോവുക ചെയ്യാം. ഇങ്ങനെ മേൽമണ്ണൊഴുകി പോയി കഴിയുമ്പോൾ പിന്നെ അടിമണ്ണിൻ്റെ മേൽവശമാണ് തെളിയുന്നത്. ഇവിടെ ഒരു പ്രശ്നത്തിൽ ഇവിടെയും പുളിരസം കൂടുകയും ചെയ്യും. കാരണം കുമ്മായാംശമാണ് നമ്മുടെ മണ്ണിൻ്റെ pH എന്ന് പറയുന്ന സംഭവമുണ്ട്. pH എന്ന് പറയുന്നത് ചെടിയുടെ വേര് വളർച്ചയ്ക്ക് ശരിക്ക് 6.5-നും 7.5-നും ഇടയ്ക്കുള്ളൊരു വിവിധ ചെടികൾക്ക് വിവിധ റേഞ്ചിൽ വ്യത്യാസം വരുമെങ്കിലും ആവറേജ് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ മേൽമണ്ണം ഒലിച്ചു പോകുന്നതോടുകൂടി ചെടികളുടെ വളർച്ചയ്ക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ സാഹചര്യം നമ്മൾ വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ചെടി നന്നായിട്ട് വളരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഓർഗാനിക് വസ്തുക്കൾ കൊടുത്ത് മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ കുമ്മായം കൊടുക്കണം. കുമ്മായം കൊടുത്തിട്ട് മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റി മണ്ണിനെ ന്യൂട്രലാക്കി എടുത്താൽ ന്യൂട്രൽ അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ ചെടി നന്നായിട്ട് വളരുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ മഴ കഴിയുന്നതോടുകൂടി കർഷകർ ചെയ്യണം. ചെയ്താലേ അത് വിജയപരമായിട്ട് നമ്മുടെ ആഗ്രഹം പോലെ ചെടി വളർന്നെങ്കിൽ കിട്ടുള്ളൂ. വളവും
ഉൽപ്പാദിപ്പിക്കാനും കഴിയുള്ളൂ. അത് പച്ചക്കറിയാണെങ്കിലും എല്ലാത്തിനും ഇത് ബാധകമാണ്. ഇപ്പം നമുക്കൊരു ബ്രാൻഡിങ്ങിൻ്റെ കാലഘട്ടമാണല്ലോ. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിലും പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഒക്കെ ഒരു പെർഫെക്റ്റ് രീതിയിൽ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും സെല്ല് ചെയ്യുന്നത്. അപ്പോൾ കർഷകരൊരു ബ്രാൻഡായി മാറുന്നതും അവരുടെ ഉൽപ്പന്നങ്ങൾ മികച്ച രീതിയിൽ മാർക്കറ്റിംഗ് നടത്തി വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ബ്രാൻഡിൻ്റെ കാലം തന്നെയാണ്. ഇപ്പം എല്ലാത്തിനും ബ്രാൻഡാണ്. ഇപ്പം ധാരാളം അഗ്രി സ്റ്റാർട്ടപ്പുകളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു മുഖ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 50 വയസ്സ്, ശരാശരി ഒരു 50 വയസ്സിന് മേലെ ഒരു 65-70 വയസ്സിനുള്ള കർഷകരാണ് യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിൽ ഇപ്പം പിടിച്ചു നിൽക്കുന്നത്. അപ്പം ബാക്കി വളരെ ചുരുങ്ങിയ ആൾക്കാർ കുറച്ച് വാഴകൃഷിയും കൊണ്ട് പോകുന്നല്ലാണ്ട് മറ്റൊന്നും പുറത്തു വരുന്നില്ല. അപ്പം ഇത് മാറ്റി ബ്രാൻഡഡിലേക്ക് വരണമെങ്കിൽ ഈ വയസ്സന്മാരെ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. സത്യം പറയാം, അവരുടെ പ്രായം കഴിഞ്ഞ് അവർക്ക് അതിനുള്ള മൂടുമില്ല. എങ്ങനെയെങ്കിലും തൻ്റെ കാലം കൊണ്ട് ഒപ്പിച്ചിരുന്ന് പോകണം. ബാക്കിക്ക് തന്നെ വരാൻ പോകുന്ന തലമുറ എന്ത് ചെയ്യണോ അവരോരോ സത്യം പറഞ്ഞാൽ കാർഷിക മേഖല തന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിന് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ പുതിയ തലമുറ സ്കൂളുകളിൽ തന്നെ സ്കൂളിൽ തുടങ്ങി കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കാർഷികമായ ഈ സ്റ്റാർട്ടപ്പുകളാണ്, എന്ത് പരിപാടിയാണ് അവരെ അത് പഠിപ്പിച്ച് നന്നായിട്ട് അതുകൊണ്ട് ഒരു ജീവിക്കാൻ പറ്റുന്നൊരു ബോധം പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഇവർക്കുണ്ടാകത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്തുകൊണ്ട് അവരെ ഒരു ഉറപ്പ് വരുത്തണം. അവർക്ക് പുറത്തിറങ്ങിയാൽ ജീവിക്കാൻ പറ്റും. അതിനുള്ള സഹായം വെറുതെ പഠിച്ച് കോളേജിൽ ഇറങ്ങിയിട്ട് നീ പോയിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അല്ലെങ്കിൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. സർക്കാർ തന്നെ അതിന് മുൻകൈ എടുത്ത് കോടികൾ പൈസകൾ ഓരോ ഐറ്റത്തിനായിട്ട് ചിലവഴിക്കും. ഇതിനു വേണ്ടി തന്നെ ഇപ്പോൾ ചിലവഴിച്ച് അവരെ അതിനകത്ത് കൊണ്ടുവന്ന് അവരെ ഒരു ലെവലിലേക്ക് എത്തിച്ചാൽ മാത്രമേ രക്ഷ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം. സാറിൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു വിള അതിന് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ റെലവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഡിമാൻഡ് ഉണ്ടാവും എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാർഷിക ഇനം പറയുകയാണെങ്കിൽ സാർ ഏതായിരിക്കും ചൂസ് ചെയ്യാം? അല്ലെങ്കിൽ എല്ലാ കാലത്തും നിലനിൽക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് കർഷകർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും സാറിന് തോന്നുന്ന ഏതെങ്കിലും ഇനം ഉണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ പുതിയ ട്രെൻഡ് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് മുഖ്യമായിട്ട് വരുന്നത്. അതായത് മാങ്കോസ്റ്റീന്, റംബൂട്ടാന്, കുറേയധികം പുതിയ ഇനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എല്ലാവരും ഇപ്പം ഇതിലേക്കാണ് പാഞ്ഞു പോകുന്നത്. ഇതിലേക്ക് എല്ലാവരും എല്ലാവരും അങ്ങോട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം ഒന്നിച്ചിങ് വരും. ഇപ്പം മാർക്കറ്റ് അതിനനുസരിച്ച് കുറയും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് എനിക്ക് അതിനോടൊരു പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ തെങ്ങ് ഇപ്പോൾ കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുക, തീർത്തും പോയിക്കൊണ്ടിരിക്കുക. തമിഴ്നാടും കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തെങ്ങ് കൃഷി ഇപ്പം കൂടുതൽ വ്യാപിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ ഇറക്കുമതി ചെയ്യുന്നൊരവസ്ഥയുള്ള. ഇപ്പം തേങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു തേങ്ങയ്ക്ക് ഇപ്പോൾ 50 രൂപ 60 രൂപയ്ക്ക് മേലെ തന്നെ ഇപ്പം വില വരുന്നുണ്ട്. അപ്പം തെങ്ങ് കൃഷി മെച്ചപ്പെടുത്തിയാൽ, തെങ്ങ് കൃഷി മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കുറേ തെങ്ങ് കൊണ്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല. വിത്ത് ഗുണമുള്ള 100% പിന്നെ ഒരു 150 തേങ്ങയിൽ കൂടുതൽ വിളവ് കിട്ടുമെന്നുള്ള ഉറപ്പുള്ള തെങ്ങ് കൃഷി ചെയ്താൽ, അത് ശാസ്ത്രീയമായിട്ട് ചെയ്താൽ അത് എക്കാലവും നിലനിൽക്കും. ഇപ്പോഴത്തെ മാർക്കറ്റ് എന്തായാലും തേങ്ങയ്ക്ക് വില കൂടുന്നതിൻ്റെ കാരണം തന്നെ തേങ്ങ ഇവിടെ ഉൽപ്പാദനം കുറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥിരകാല വിളയാണ്, എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. മറ്റ് വിളകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയൊന്നും പ്രതീക്ഷിക്കാം. കുരുമുളകാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 15 കൊല്ലത്തിൽ കൂടുതലൊന്നും നമുക്ക് നല്ലൊരു വിളവ് കിട്ടും. തെങ്ങ് ആയിക്കുമ്പോൾ ഒരു 8-ാം കൊല്ലം തന്നെ കാഴ്ച കിട്ടിയാൽ തന്നെ ദീർഘകാലം നമുക്ക് വിളവ് കിട്ടുന്നതാണ്. അതൊരു നല്ല വിളവായിട്ടാണ് എനിക്ക് തോന്നുന്നത്.